ഇസ്ലാമിക വീട്, ഇസ്ലാമിക ബന്ധം കെട്ടിപ്പടുത്തുമ്പോൾ അതിലൂടെ മക്കളുണ്ടാകുന്നു, സന്താനങ്ങൾ ഉണ്ടാകുന്നു. അതിലൂടെ ആ സന്താനങ്ങളും മക്കളും എന്ത് സംഭവിക്കുന്നു? അവരിലൂടെ ഈ മതം സ്ഥാപിക്കാൻ, ഈ മതം നടപ്പാക്കാൻ, ഈ മതം ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നതായ ആ അംഗങ്ങളെയാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടെയാണ് ആ വ്യക്തികൾ മുജ്തമഅയി മാറുന്നു. വ്യക്തികൾ പെരുത്ത് സന്താനങ്ങൾ പെരുത്ത് അവസാനം അവരാരായി മാറുന്നു? ഒരു സമൂഹമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥ ദീനിന്റെ പകുതി എന്ന് റസൂൽ പറഞ്ഞത് അതർത്ഥത്തിലും അക്ഷരത്തിലും വളരെ ശക്തിയായ ശൈലി കുറിക്കുന്ന അല്ലെങ്കിൽ അർത്ഥം കുറിക്കുന്ന മെസ്സേജ് നൽകുന്നതായ ഒരു പദപ്രയോഗമാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അഹ്റസ നിസ്ഫ ദീനിഹി എന്ന് പറഞ്ഞപ്പോൾ അതിലൂടെ നമുക്ക് നൽകിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ നബിയുടെ ഭാര്യമാരുടെ അടുക്കൽ ജനങ്ങൾ ചെന്നിട്ട്, സഹാബാക്കൾ ചെന്നിട്ട് നബിയുടെ നമസ്കാരത്തെക്കുറിച്ചും നബിയുടെ നോമ്പിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ കേട്ട സന്ദർഭത്തിൽ അവർ പറഞ്ഞ നീണ്ട ഹദീസിൽ അവർ പറയുകയുണ്ടായി, അവരിൽ നിന്നിട്ട് ഒരാൾ പറയുകയുണ്ടായി, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി കല്യാണം കഴിക്കുക തന്നെയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതോടുകൂടി റസൂലുള്ളാഹി കടന്നു വന്നു. എന്നിട്ട് പറയുകയുണ്ടായി, ഞാൻ നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തിയാണ്. ഞാൻ നോമ്പ് പിടിക്കുന്നു, ഞാൻ നമസ്കരിക്കുന്നു, ഞാൻ രാത്രി ഹയാത്താക്കുന്നു. ഇതോടൊപ്പം ഞാൻ മറ്റു വിശ്രമങ്ങളൊക്കെ വിശ്രമിച്ചതോടൊപ്പം, നോമ്പ് ഒഴിവാക്കുന്ന സമയത്ത് നോമ്പ് ഒഴിവാക്കുന്നതോടൊപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ കല്യാണം കഴിക്കാത്ത രൂപത്തിൽ ജീവിക്കുന്ന വ്യക്തിയല്ല. ഞാൻ കല്യാണം കഴിക്കുന്ന ആരെങ്കിലും മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. അവിടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ചര്യ എന്ന അർത്ഥത്തിലേക്കാണെന്നല്ലാതെ സുന്നത്തി എന്ന അർത്ഥത്തിലേക്കല്ല. ആ മനസ്സിലാക്കിയത് തെറ്റായ ധാരണയാണ്. സുന്നത്ത് എന്ന അർത്ഥത്തിലേക്കല്ല. പണ്ഡിതന്മാരിൽ നിന്നിട്ട് പലരും ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഫർള് ഐനാണ് കല്യാണം കഴിക്കൽ എന്ന് പറഞ്ഞവരുണ്ട്. എപ്പോൾ? വ്യഭിചാരത്തെ കല്യാണം കഴിച്ചില്ലെങ്കിൽ, വ്യഭിചാരത്തെ ഭയപ്പെടുകയാണെങ്കിൽ അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്, നിർബന്ധമാണ് കല്യാണം കഴിക്കൽ എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. കാരണം റസൂൽ എന്താ പറഞ്ഞത്? ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. അപ്പോൾ ഈ കുടുംബ ബന്ധം ഉണ്ടാക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരിലൂടെയും ഇസ്ലാമിക കല്യാണത്തിൽ കൂടിയും ആണ് എന്ന് അത് നിർബന്ധ ബാധ്യതയായിട്ട് വരും. ആരെ സംബന്ധിച്ചിടത്തോളം അപകടത്തിൽ പെട്ടുപോകും, വ്യഭിചാരത്തിൽ പെട്ടുപോകും എന്ന് പേടിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഭാഗത്തിന്റെ അഭിപ്രായമാണ്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ, അതിൽപ്പെട്ട ആളാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയെ പോലത്തെ ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ, ഫർള് തന്നെയാണ് എന്ത്? കല്യാണം കഴിക്കൽ. സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയാണെങ്കിൽ, അതിന് സാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ. നിങ്ങൾ എന്നിട്ട് ഒരാൾക്ക് കല്യാണം കഴിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, അവിടെ സാധ്യത എന്ന് പറഞ്ഞത് ഫർളാണെന്ന് പറയുന്നവരുടെ അഭിപ്രായത്തിൽ ശാരീരിക സാധ്യത കൂടിയാണ്, സാമ്പത്തിക സാധ്യത മാത്രമല്ല. ചില ആൾക്ക് ശരീര ആരോഗ്യം അനുസരിച്ചിട്ട് ആരോഗ്യം സഹായിക്കുന്നുണ്ടായിരിക്കുകയില്ല കല്യാണം കഴിക്കാൻ. അതുകൊണ്ടാണ് ഇസ്തതാഅ എന്ന പദം ഉപയോഗിച്ചത്. അതേ സമയത്ത് ഒരാൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ, ശാരീരികമായും കഴിവുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിക്കൽ നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ് പണ്ഡിതന്മാരിൽ നിന്നിട്ട് നല്ലൊരു ശതമാനത്തിലുള്ളത്. ഏതായാലും പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ ഹദീസ് അതിന് തെളിവാണ്. ഏത്? ഫഖദ് അഹ്റസ നിസ്ഫ ദീനിഹി എന്ന ഹദീസും അതുപോലെ തന്നെ മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹദീസൊക്കെ അതിനെ സഹായിക്കുന്നതായ തെളിവുകളാണ്. ഏതായാലും മനുഷ്യരാശിയുടെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചതായ ശർഈയായ റൂട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കുടുംബ ബന്ധം ഉണ്ടാക്കാൻ നാം ആരംഭിക്കേണ്ടത്. അതിലേക്ക് സഹായകമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തെളിവും ആയത്തുമാണ് അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വാ മിനല്ലാഹി വറിദ്വാനിൻ ഖൈർ. തഖ്വയെ ആധാരമാക്കിയിട്ടായിരിക്കണം കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നിക്കാഹ് വരെ നടത്തേണ്ടത്, അതിനുള്ള വലീമ വരെ നടത്തേണ്ടത്, അതിനുള്ളതായ നാം കൊണ്ടാടാറുള്ളതായ എല്ലാ ചടങ്ങുകളും നിർവഹിക്കേണ്ടത് ഇസ്ലാമിക തഖ്വയെ ആധാരമാക്കിയിട്ടായിരിക്കണം എന്നതായ ആ ശൈലി നമുക്ക് ആയത്തിൽ നിന്നിട്ട് പഠിക്കാം. ആ രൂപത്തിലാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളിൽപ്പെട്ടവരായി, അല്ലാഹു നല്ലവരാണ് എന്ന് സൂചിപ്പിച്ച ഇനത്തിൽപ്പെട്ടവരായി നമുക്ക് ഗണിക്കുകയും ചെയ്യാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വേറെ ശൈലിയുണ്ട്. തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. തുൻകഹുൽ മർഅതു ലിഅർബഅ. സാധാരണ ഒരു മനുഷ്യൻ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാറുള്ളത് എന്തിനു വേണ്ടിയായിരിക്കും? ഒന്നിരിക്കലോ ലിമാലിഹ, അവളുടെ സമ്പത്ത് നോക്കിയിട്ടായിരിക്കും. ഒലി ജമാലിഹ, ചിലപ്പോൾ അവളുടെ ഭംഗി നോക്കിയിട്ടായിരിക്കും.
ഒലി നസബിഹ അല്ലെങ്കിൽ ഹസബിഹ, അവളുടെ തറവാട് നോക്കിയിട്ടായിരിക്കും, നല്ല കൊള്ളുന്ന തറവാട്ടിൽപ്പെട്ടവളാണ് എന്നതുകൊണ്ടായിരിക്കും. ഒലി ദീനിഹ, ദീന് നോക്കിയിട്ടായിരിക്കാം. റസൂല് പറയുന്നു ഫദ്ഫർ ബിദാത്തിദ്ദീൻ, നീ വിജയിക്കേണ്ടത് ദീന് സെലക്ട് ചെയ്തിട്ടാണ്. മറ്റുള്ളതിനെ പരിഗണിക്കണ്ടെന്ന് റസൂല് പറഞ്ഞിട്ടില്ല. മറ്റതൊക്കെ പരിഗണിച്ചു, പക്ഷെ പരിഗണന പ്രധാനമായി പരിഗണിക്കേണ്ടത് ദീനിനെയാണ്. കാരണം ദീനിനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ മറ്റുള്ളതിലെല്ലാം ചില വീഴ്ചകൾ, ചില കുറവുകൾ വന്നു പോയാൽ അതൊക്കെ നികറ്റാൻ നമുക്ക് സാധിക്കും. ഇനി അതെല്ലാം ഉള്ളതോടുകൂടി ദീനുള്ളവളാണെങ്കിൽ, ചിലപ്പോൾ വളരെ കൂടുതൽ ഭംഗിയുള്ളവളാണെങ്കിൽ അവൾക്ക് ദീനില്ലെങ്കിൽ നീ പെടും. മാലുള്ളവളാണെങ്കിൽ അവൾക്ക് ദീനില്ലെങ്കിൽ നീ പെടും. അള്ളാഹനെ ഭയപ്പെടാത്തവളാണെങ്കിൽ അവൾക്ക് ദീനില്ലെങ്കിൽ നീ പെടും. അപ്പോൾ ഏത് രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ദീനാണ് ഇതിനെയെല്ലാം കടിഞ്ഞാണ് പിടിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം മീസാന് ശരിയാക്കാൻ നമുക്ക് സാധിക്കാനുള്ളതായ മാനദണ്ഡമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. ഫദ്ഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്, ദീനിനെ നീ സെലക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ മൂക്ക് മണ്ണടിയട്ടെ, അല്ലെങ്കിൽ രണ്ട് കൈ മണ്ണടിയട്ടെ എന്ന് പറഞ്ഞാൽ അത് ആക്ഷേപ ശൈലിയാണ്. അത് റസൂൽ ഇഷ്ടപ്പെടാത്തൊരു ശൈലിയാണ്. ആ ശൈലി അറബികൾ ഉപയോഗിക്കാറുള്ള പദപ്രയോഗമാണ്. അത് ഇവിടെ ഉപയോഗിക്കാൻ കാരണം അള്ളാഹുവിൻ്റെ റസൂല് ഇഷ്ടപ്പെടാത്ത ശൈലിയാണ്. ഒരു വ്യക്തി ദീനിന് സെലക്ട് ചെയ്യാതെ, മതത്തിന് പ്രാധാന്യം നൽകാതെ മറ്റുള്ളതായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയും കൊണ്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭാര്യ ഭർത്തൃ ബന്ധമാകുന്ന ഈ കുടുംബ ബന്ധം കെട്ടിപ്പടുത്താൻ വേണ്ടി ആരംഭിക്കുന്നത് എങ്കിൽ എന്നർത്ഥം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ എന്തുണ്ടാകും? വീടുണ്ടാകും, അല്ലെ? വീടുണ്ടാവും. ഈ വീട് യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ്, വീട് ആരുടെ ബാധ്യതയാണ്? കല്യാണം കഴിക്കുമ്പോൾ വീടുണ്ടാക്കി കൊടുക്കേണ്ടത്, അവളെ താമസിപ്പിക്കാൻ പറ്റുന്ന ഒരു വീടുണ്ടാവേണ്ടത് അതാരുടെ ബാധ്യതയാണ്? ഭർത്താവിൻ്റെ ബാധ്യതയാണ്. ഭർത്താവാണ് വീടുണ്ടാക്കേണ്ടത്. ഏതുപോലെ അവൾക്ക് ഭക്ഷണം നൽകണം. അപ്പോൾ അവളുടെ ഭക്ഷണവും അവളുടെ വസ്ത്രവും അവളുടെ താമസവും ഭർത്താവിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അവൻ വീട് കാശ് കൊടുത്ത് വാങ്ങണം. സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ വാടകയ്ക്കെങ്കിലും അവന് വാങ്ങിയിട്ട് അവളെ താമസിപ്പിക്കണം. അവൾ വീട് ആരുടേതാണ്? പുരുഷൻ്റെതാണ്. പുരുഷന്റെ ബാധ്യതയാണ്, പുരുഷന്റെ വീടാണ്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, ജഅല ലക്കും മിൻ ബുയൂതികും സകന, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭാര്യ ഭർത്തൃ ബന്ധം പുലർത്തിയതിനു ശേഷം അതിൽ താമസിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ശാന്തിയും സമാധാനവും അവിടെ നൽകുകയും ചെയ്യുന്നു. അവരുടെ അഭയകേന്ദ്രം എന്നർത്ഥം. എന്നാൽ ഈ സ്ത്രീ സാധാരണ വീടിൽ ഇപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ വിപരീതമായി മാറിയെങ്കിലും ഇസ്ലാം ഉദ്ദേശിക്കുന്ന ശൈലി അനുസരിച്ച് ആദം മുതൽ ഇന്ന് വരെ നാം പരിശോധിച്ചാൽ ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന കുടുംബ ബന്ധം കെട്ടിപ്പടുത്തുന്ന വേളയിൽ ഒരു വീടുണ്ടായി കഴിഞ്ഞാൽ ആ വീടിൽ ഏറ്റവും ലാസിഖത്തായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വ്യക്തി ആരാണ്? ഭാര്യയാണ്. ആരെക്കാൾ? ഭർത്താവിനേക്കാൾ കൂടുതൽ. ഭർത്താവ് പലപ്പോഴും വീട്ടിന് പുറത്തായിരിക്കും, വീട്ടിൻ്റെ അകത്തുണ്ടാവുകയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി ആരെയാണ്? ഭാര്യയാണ്. എത്രത്തോളം അത് കാരണത്താൽ അള്ളാഹു എവിടെയെല്ലാം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വീട് പറയുന്നുണ്ടോ അവിടെയെല്ലാം പെണ്ണിലേക്ക് ചേർത്താ പറയുന്നത്. അതേ സമയത്ത് പെണ്ണിന്റെ ബാധ്യതയല്ല വീടുണ്ടാക്കൽ, പെണ്ണിന്റെ ബാധ്യതയല്ല എന്ത്? വീടുണ്ടാക്കൽ ആണിന്റെ ബാധ്യതയാണ്. വീട് ആരുടേതാണ്? ആണിന്റെ വീടാണ്. എന്നിട്ട് ആരിലേക്കാണ് ചേർക്കുന്നത്? ഒഖർന ഫീ ബുയൂതികുന്ന, ആരുടെ വീടാണ്? റസൂലുള്ളാഹിന്റെ വീടാണ്. പക്ഷെ പറഞ്ഞെന്താണ്? ഒഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുക. നിങ്ങൾ എന്ത് ചെയ്യരുത്? വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല, അന്ധകാരമാകുന്ന കാർമേഘങ്ങൾ കൊണ്ട് മുടപ്പെട്ടതായ ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾ പേശം പെരട് നടത്തി പർദ്ദ വലിച്ചെറിഞ്ഞ് തോന്നിവാസം ചെയ്തിരുന്ന ആ രൂപത്തിലുള്ള ആ പേശം പെരട് നിങ്ങൾ നടത്താൻ പാടുള്ളതല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ച ശൈലിയിൽ അവിടെ പറഞ്ഞതാണ് വഖർന ഫീ ബുയൂതികുന്ന. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്കുർന മാ യുത്ല ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളിലേക്ക് ഓതപ്പെടുന്നതായ ഖുർആനിനെയും ഹിക്മത്ത സുന്നത്തിനെയും നിങ്ങൾ അവിടെ വെച്ചിട്ട് സ്മരിക്കുക, പഠിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. ഇനി നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാരാകുന്ന ആ ഭാര്യമാരെ എന്തെങ്കിലും ഒരു പ്രഭാതത്തിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടത് കൊണ്ട്, ആ മേഖല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലല്ല അതിന് മുമ്പത്തെ ക്ലാസ്സിൽ എപ്പോഴാണ് തലാഖ് ചെല്ലേണ്ടതായ ഘട്ടം, ആ അപകട മേഖല വന്നു പോകുന്നത്, നിങ്ങളുടെ തൊള്ളയിൽ നിന്നിട്ട് തലാഖ് എന്ന പദം തീരെ വന്നു പോകരുത് നിർബന്ധിതാവസ്ഥയിലല്ലാതെ എന്നൊക്കെ മക്ക ഇമാമോ മറ്റോ തലാഖിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞാൻ വിശദീകരിച്ചതായിട്ട് ഓർക്കുന്നു. എന്നാൽ ഈ തലാഖിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞപ്പോൾ അവിടെയും അല്ലാഹ് പറയുന്നത് വലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന, നിങ്ങൾ തലാഖ് ചൊല്ലിയതായ ആ പെണ്ണിനെ അവളുടെ വീട്ടിൽ നിന്നിട്ട് നിങ്ങൾ പുറന്തള്ളരുത്. ആരുടെ വീട്?
അവളുടെ വീട്. അത് വീട് അവൻ്റെതാണ്. പക്ഷെ എന്തിനാ അവളിലേക്ക് ചേർത്ത് പറയുന്നത്? അവളാണ് ലാസിഖത്തായവൾ ആ വീട്ടിലേക്ക്. അഥവാ ബാധ്യതയിലേക്ക് ചേർത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധ്യത അവളുടെ തലപ്പത്താണ്. ആരേക്കാൾ? ഭർത്താവിനേക്കാൾ. കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവളുടെ തന്നെ അഭിമാനം, അത് അവൻ്റെ അഭിമാനമാണ്. ആ അഭിമാനത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിലും അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ആ സമ്പത്തുകളെ സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലും എല്ലാം അവളുടെ മസ്ഊലിയത്താണ്, അവളുടെ ബാധ്യതയാണ്, അവളുടെ തലപ്പത്താണ്. എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവളിലേക്കാണ് ആ വീട്ടിനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. എന്ത്? ബുയൂതികുന്ന എന്ന പദം. ഇത് ഈ വിഷയം പറയുമ്പോൾ ഖുർആൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ പെണ്ണിലേക്ക് ചേർക്കാതെ വീട്ടിനെ പറഞ്ഞ ഒരു രംഗം മാത്രമാണ് കാണുക. അതായത് പെണ്ണ് വ്യഭിചരിച്ചു കഴിഞ്ഞാൽ, വ്യഭിചരിക്കുന്ന രംഗം വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൈൻ ഷഹിദു ഫംസികൂഹുന്ന ഫിൽ ബുയൂതി, അവിടെ അവളുടെ വീട് എന്ന് പറഞ്ഞില്ല. വ്യഭിചരിച്ച പെണ്ണ് അവളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക ഏതെങ്കിലും വീട്ടിൽ, അവളെ വീട് നായിക്കോളന്നല്ലേ. എവിടെയാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിജിൻ ഉള്ളത്, ആ സിജിനിൽ അവളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക എന്ന പദപ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചത്. അവിടെ ബുയൂതികുന്ന എന്ന പദം ഉപയോഗിച്ചില്ല. ഹത്താ യതവഫാഹുൽ മൗത്ത്. ഈ ആയത്ത് മൻസൂഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റജ്മിന്റെയും ജൽദിന്റെയും ഒക്കെ വിശദീകരണം കുറിക്കുന്ന ആയത്ത് ജൽദ് അള്ളാഹു തന്നെ സൂറത്തിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റജ്മ് മറ്റു നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തിൽ കൂടി വന്നതും കൂടിയാണ്. അപ്പോൾ എന്നാലും ഈ വിഷയം ഞാൻ പറയുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അവളിലേക്ക് ചേർത്ത് പറയാതെ പറഞ്ഞിട്ടുള്ളൂ, പെണ്ണിലേക്ക് ചേർത്ത് പറയാതെ. അത്രയും പെണ്ണ്, സ്ത്രീ എന്ന് പറഞ്ഞാൽ അഥവാ ഭാര്യയാകുന്ന സ്ത്രീ, കുടുംബബന്ധം അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന രണ്ട് പേരിൽ നിന്നിട്ട് ഒരു വ്യക്തിയാകുന്ന ആ സ്ത്രീ ഈ വീടിൻ്റെ ബാധ്യതയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവളാണ് എന്ന സൂചന നൽകാൻ വേണ്ടിയായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശൈലി ഉപയോഗിച്ചത് എന്നർത്ഥം. എന്നാൽ ഈ കുടുംബബന്ധം കെട്ടിപ്പടുത്തുന്നതിൽ രണ്ടുപേരും എന്താണ്? തുല്യരാണ്. അതുകൂടി മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞതിൽ ബാധ്യത എത്ര കണ്ട് കട്ടികൂടിയതാണ് അവളുടേത് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത് എന്നാണെങ്കിലും മൊത്തത്തിൽ ഈ വീടിനെ കെട്ടിപ്പടുത്തുന്ന കാര്യത്തിൽ രണ്ടുപേരും തുല്യരാണ്. അഥവാ ആ രണ്ടു പേരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ ചോദിക്കുക തന്നെ ചെയ്യും അവിടെ വരുന്നതായ വീഴ്ചകളുടെ കാര്യത്തിൽ. അപ്പോൾ ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ഭാര്യയ്ക്ക് അവളിൽ അർപ്പിക്കപ്പെട്ടതായ ബാധ്യത നിർവഹിക്കാനുള്ള ചുറ്റുപാട്, അന്തരീക്ഷം ഭർത്താവ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. മനസ്സിലായില്ലേ? അവിടെ ഒരു വിസ കിട്ടിയല്ലോ അങ്ങോട്ട് ഓടിക്കളയാനല്ല, അവളവിടെ എന്ത് കാട്ടും പോലെ കാട്ടട്ടെ. പിന്നെ അവസാനം പോകുമ്പോൾ അവൾ ഉണ്ടായിക്കോളുന്നില്ല അവിടെ, അല്ലെങ്കിൽ നീ നിർത്തിയ സ്ഥലത്ത് അവൾ ഉണ്ടായിക്കോളണമെന്നില്ല. അപകടത്തിൽ പെടും. അള്ളാഹു അങ്ങനെ പെടുത്താതിരിക്കട്ടെ. പലരും പെട്ടതുപോലെ പല വടക്ക് കേസുകളൊക്കെ നാം സാധാരണ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് പോലെ അങ്ങനെയുള്ള അപകടത്തിലൊക്കെ പെടാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിബന്ധന, ഈ പ്രത്യേക റസൂലുള്ളാഹിന്റെ നാവിലൂടെ പഠിപ്പിച്ചത്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്ന സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലൊക്കെ റിപ്പോർട്ട് ചെയ്തതായ ഹദീസിലൂടെ അതിന്റെ വിശദീകരണം പിന്നെ നമുക്ക് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ മുസ്ലിം ഇവിടെ എന്നുള്ള പദമാണ് ഖുർആൻ ഉപയോഗിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ. ഈ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുന്നതായ ഈ അങ്ങോട്ടിങ്ങോട്ട് ഭരിക്കാന്നുള്ള പദ്ധതി ഉണ്ടല്ലോ, ആ പദപ്രയോഗം തന്നെ ഇസ്ലാം ഉപയോഗിച്ചിട്ടില്ല. ഇസ്ലാം എവിടെയൊക്കെ പെണ്ണിനെ പറയുന്നു, ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുന്നു, അവിടെയെല്ലാം എന്താ ഉപയോഗിക്കുന്നത്? സൗജ്, അസ്വാജ് എന്നതാണ്. ഇണകൾ. മനസ്സിലായില്ലേ? അന്നിസാഉ ശഖായിഖുർ റിജാൽ, പുരുഷൻ സ്ത്രീയുമായിട്ടുള്ള ബന്ധം എന്താണ്? അവർ തമ്മിൽ തുല്യരാണ്. ഷഖായിഖ് എന്നുള്ള പദം തന്നെ ഉപയോഗിക്കുക. വാപ്പയും ഉമ്മയും ഒത്തതായ ഒരു മനുഷ്യനെ കുറിച്ചാണ്, കുട്ടികളെ കുറിച്ചാണ് പറയല്. ഇയാൾ അയാളുടെ ഷഖീഖാണ്. വാപ്പയും ഉമ്മയും ഒത്ത മക്കളെ കുറിച്ച് എന്ത് പറയും? ഇയാൾ അയാളുടെ ഷഖീഖാണ്, അവൾ ഇദ്ദേഹത്തിന്റെ ഷഖീഖത്താണ് എന്ന് പറയും. അതുപോലെ ഷഖീഖാണ് എന്ത്? ഷഖായിഖുർ റിജാൽ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ പുരുഷന്റെ ഷഖായിഖാണ്, തുല്യതയുള്ളവരാണ് സ്ത്രീകൾ എന്ന് ഇസ്ലാമിന്റെ പൊതു തത്വത്തിൽ പഠിക്കുന്ന ശൈലിയാണ്. അപ്പോൾ ഈ ഷഖായിഖാകുമ്പോൾ എന്തിലും അവർ ഷഖായിഖ് തന്നെയാണ്, തുല്യരാണ്. ബാധ്യത ഏറ്റെടുക്കുന്ന കാര്യത്തിലും അവർ തുല്യരാണ്. ഞാൻ പെണ്ണല്ലേ എന്ന് പറഞ്ഞ് അവൾ പിന്മാറലോ എൻ്റെ ബാധ്യതയിൽ അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളെ കുറിച്ച് പെരുമാറലോ ശരിയല്ല. അവളുടെ ബാധ്യതയായിട്ട് ഖുർആൻ അതുപോലെ സുന്നത്ത് എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ട് അത് അവൾ നിർവഹിക്കണം. അവന്റെ ബാധ്യതയായിട്ട് ഖുർആൻ അല്ലെങ്കിൽ സുന്നത്ത് എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ട് അത് അവനും നിർവഹിക്കണം. അതിൽ ആരും തന്നെ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. പക്ഷേ ചില കാര്യങ്ങൾ
ചുറ്റുപാട് അനുവദിക്കാത്തത് കൊണ്ട് ആ ചുറ്റുപാട് മനുഷ്യന്റെ ഒരു പക്ഷേ അവന്റെ ബുദ്ധിയിലേക്ക് പെണ്ണിന്റെ ബുദ്ധി ആണിന്റെ ബുദ്ധി വ്യത്യാസമുണ്ട്. പെണ്ണിന്റെ നഫ്സ് അവളുടെ നഫ്സ് അവന്റെ നഫ്സ് വ്യത്യാസമുണ്ട്. പെണ്ണിന്റെ ജിസ്മ് അവളുടെ ജിസ്മ് അവന്റെ ജിസ്മ് അഥവാ ശരീരാകൃതി വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നഫഖയുടെ കാര്യം അതാണ് ഏറ്റവും തുറിച്ചു നിൽക്കുന്നത്. അത് അവളുടെ ബാധ്യതയല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അത് നഫഖ അഥവാ ചെലവഴിക്കുക എന്നത് അത് ആരുടെ ബാധ്യതയാണ്? അത് പുരുഷന്റെ ബാധ്യതയാണ്, സ്ത്രീയുടെ ബാധ്യതയില്ല. സ്ത്രീക്ക് ജോലി ഉണ്ടെങ്കിലും അവൾക്ക് ഉദ്യോഗമുണ്ടെങ്കിലും അവളുടെ ബാധ്യതയില്ല അവളുടെ ചെലവ് അവള് നടത്തുക എന്നത്. മറിച്ച് ചെലവ് ആരുടെ ബാധ്യതയാണ്? അത് പുരുഷന്റെ ബാധ്യതയാണ്. ഇതുകൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കൽ അനിവാര്യമാണ്. ഭാര്യ ഭർത്തൃ ബന്ധം ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള, ഇസ്ലാം ശാസിച്ച രൂപത്തിലുള്ള ആ ബന്ധമാക്കി മാറ്റാനും ആ ബന്ധമാകുമ്പോൾ അന്തരീക്ഷം ക്ലിയറായ അന്തരീക്ഷമായി അവരുടെ ആ ഇസ്ലാമിക വീട് കെട്ടിപ്പടുത്താൻ, ഇസ്ലാമിക കുടുംബ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ അത് സഹായകമാകാനും അനിവാര്യമാണ് എന്നർത്ഥം. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم والصالحات قانتات حافظات للغيب بما حفظ الله الرجال قوامون على النساء. ഈ നേരത്തെ പറഞ്ഞ കാരണത്താൽ പുരുഷന്മാരും സ്ത്രീകളും ചില കാര്യങ്ങളിൽ തുല്യരല്ല എന്ന് അല്ലാഹു പറയുന്നു. അവർക്ക് വലഹുന്ന മിഥുലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ, ഒരു ദറജ. വലഹുന്ന മിഥുലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, സ്ത്രീക്കും പുരുഷന്മാർക്കും അങ്ങുമിങ്ങും ബാധ്യതയിൽ എല്ലാവരും തുല്യരാണ്. മഅറൂഫായ രൂപത്തിൽ മനുഷ്യന്മാരുടെ ഇടയിൽ അറിയപ്പെട്ടതായ ആ കാര്യങ്ങളിലെല്ലാം അവർ തുല്യരാണ്. പക്ഷേ ഒലിർരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് അവരുടെ ശരീര ആകൃതി നോക്കിയിട്ടും അവരുടെ കഴിവ് കൽപ്പ് നോക്കിയിട്ടും അവരുടെ ബുദ്ധി സാമർഥ്യം നോക്കിയിട്ടും അള്ള വെച്ചതായ ഒരു പ്രത്യേക ദർജയുണ്ട്. ആ ദർജ അത് സ്ത്രീ പരിഗണിക്കേണ്ടതാണ്. അത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അവളുടെ മേലിൽ അനുസരണം നിർബന്ധമാക്കി. ഏതുപോലെ? ഇവിടെ രണ്ടാൾ യാത്ര ചെയ്യാൻ റസൂൽ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റില്ല. മൂന്നാളാണെങ്കിലോ രണ്ടാളാണെങ്കിലോ എത്രയാണെങ്കിലും നിങ്ങൾക്ക് ഒരാൾ അമീർ വേണം. എന്തിനാണ്? അമീർ ആരായിരിക്കും? മുത്താ ആയിരിക്കും. അമീർ ആരായിരിക്കും? അനുസരിക്കപ്പെടേണ്ട വ്യക്തിയായിരിക്കും. അയാളാണ് കൽപ്പിക്കേണ്ടത്. ഇങ്ങനെ കാട്ടണം, ഇങ്ങനെ കാട്ടണ്ട, ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം, ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട, തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കും. എന്നതുപോലെ ഭാര്യ ഭർത്തൃ ജീവിതം ശരിയായ രൂപത്തിൽ പോകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടുപേരെയും ഒരു തുല്യരാക്കി അള്ളാഹ് ശിക്ഷിക്കാൻ തീരുമാനിച്ചില്ല. എന്തുകൊണ്ട്? ഭാര്യയ്ക്ക് ചില ബാധ്യതയുണ്ട്, അത് ഭർത്താവിനെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. ഭർത്താവിന് ചില ബാധ്യതയുണ്ട്, അത് ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റൂല. ഭർത്താവ് പ്രസവിക്കൂല, ഭർത്താവ് ഹൈദരിക്കൂല, ഭാര്യ ഹൈദരിക്കും, ഭാര്യ മുലയൂട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റൂല. ഒരു മാസം നിങ്ങൾ മുലയൂട്ടുക, ഒരു മാസം ഞാൻ മുലയൂട്ടട്ടെ എന്ന് പറയാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ ഒരു മാസം ഞാൻ ഹൈദരിക്കാം, മറ്റൊരു മാസം നീ ഹൈദരിക്കുക എന്നും പറയാൻ പറ്റൂല. അപ്പോൾ എന്നതുകൊണ്ട് തന്നെ അത് അള്ളാഹു അങ്ങനെയാണ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ തീരുമാനിച്ചത്. എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിർരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും ഒരു ദറജ കൂടുതലുണ്ട്. അതിനെ ഖിവാമ എന്നാണ് പറയുക. ഖിവാമ അത് ആരുടെ കീഴിലാണ്? അഥവാ പരിപാലിച്ച് പോവുക, നേതൃത്വം വഹിക്കുക. അവരുടെ വീടിന്റെ പരിപൂർണ ശ്രദ്ധ അത് ആരുടെ കയ്യിലായിരിക്കണം? അവൾ എവിടെ പോയി, അവൻ എവിടെ പോയി, കുട്ടി എവിടെ പോയി, അവൻ നിസ്കരിക്കുന്നുണ്ടോ, ഭാര്യ നിസ്കരിക്കുന്നുണ്ടോ, വീട്ടിൽ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ആവശ്യമുണ്ടോ, വീട്ടിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഇതെല്ലാം ആരുടെ ബാധ്യതയാണ്? അത് ഭർത്താവിൻ്റെ ബാധ്യതയാണ്. എന്നതുകൊണ്ട് തന്നെ ആ ഖിവാമ എന്ന് പറയുന്നത് അവൻ്റെ തലപ്പത്താണ്. അതിനെക്കുറിച്ച് അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യും. അതാണ് നേരത്തെ ഓതി വെച്ച ആയത്തിൽ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, റിജാല് പുരുഷന്മാര് സ്ത്രീകളുടെ മേലിൽ ഖവ്വാമീങ്ങളാണ്, കാര്യകർത്തൃത്വം ഏറ്റെടുത്തവരാണ്. അവരുടെ കയ്യിലാണ് കടിഞ്ഞാണ് ആ കുടുംബത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്, അവിടെ ചോദ്യമില്ല. ലാ യുസ്അലു അമ്മാ യഫ്അലൂൻ വഹും യുസ്അലൂൻ, അല്ലാഹു ചെയ്യുന്നതിൽ ചോദ്യമില്ല. അല്ലാഹു ആണ് അങ്ങോട്ട് നിങ്ങളോട് ചോദിക്കുക, അല്ലാഹു നിങ്ങളോട് ചോദിക്കും, നിങ്ങളോട് ചോദിക്കപ്പെടും. അല്ലാഹുവോട് ചോദിക്കുന്ന ശക്തിയും വ്യക്തിയും ലോകത്തിലില്ല. ലാ മുഅഖിബ ലിഹുക്മി, അല്ലാഹുവിന്റെ വിധിക്ക് നിരൂപണം നൽകുന്നവർ ലോകത്തിലില്ല. അതുകൊണ്ട് അല്ലാഹു അവരിൽ നിന്നിട്ട് അഥവാ ആണ് പെണ്ണുങ്ങളിൽ നിന്നിട്ട് ചിലരെക്കാൾ ബഹുമാനിച്ചത് കാരണത്താൽ, ആദരിച്ചത് കാരണത്താൽ, സ്റ്റാൻഡേർഡ് ഉയർത്തിയത് കാരണത്താൽ ആ ഖിവാമ പുരുഷന്റെ കയ്യിലാണ്, സ്ത്രീയുടെ കയ്യിലല്ല. പിന്നെയോ ഒബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്നിട്ട് അവർ ചെലവഴിക്കുന്നത് കൊണ്ടും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഭാഗം അതിനപ്പുറം എന്താ പറയുന്നത്? അല്ലാഹു ഫസ്സാലിഹാത്ത്, ഇവിടെ സ്ത്രീകള് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകുന്നതായ
ഡ്യൂട്ടികൾ പറയുകയാണ്. ഫസ്സാലിഹാത്ത്, അള്ളാഹുവിന്റെ അടുക്കൽ ആ സജ്ജനങ്ങളായ സ്ത്രീകൾ ആരാണ്? നല്ലവരാരാണ്? ഫസ്സാലിഹാത്തു ഖാനിതാതുൻ, ഖാനിതാതുൻ അള്ളാഹുവിന് കീഴ്വണങ്ങുന്നവരെന്ന് മാത്രമല്ല, ആ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നവര്. ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ് എന്ന് മാത്രമല്ല, ഭർത്താവ് അവളെ ഒരു കൊല്ലത്തിലേക്കോ 2 കൊല്ലത്തിലേക്കോ 6 മാസത്തിലേക്കോ എത്ര കാലമാണെങ്കിലും വിരോധമില്ല, വീട്ടിൽ അവിടെ നിർത്തി പോവുകയാണെങ്കിൽ സുരക്ഷിതത്വത്തോടു കൂടി അവൾക്ക് ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷത്തിലല്ലാതെ എവിടേക്ക് വിസ കിട്ടിയാലും, സൗദിയിലേക്ക് വിസ കിട്ടിയാലും അല്ലെങ്കിൽ ഗൾഫിലേക്ക് വിസ കിട്ടിയാലും പോകാൻ പാടില്ല. കാരണം നിന്റെയും അവളുടെയും അഭിമാനത്തെ സംരക്ഷിക്കുന്ന കാര്യം നിന്റെ തലപ്പത്താണല്ലോ കയറ്റി വെച്ചിട്ടുള്ളത്. വെറുതെ ഞാൻ ഖവ്വാമാണെന്ന് പറഞ്ഞാൽ പോരല്ലോ. നീ റിജാലാണ്, നീ ഖവ്വാമാണ്, നീ ദയ്യൂസാവാൻ പാടില്ല. അപ്പോൾ അവളുടെ അഭിമാനം അത് നിന്റെ അഭിമാനമാണ്. ആ നിന്റെ അഭിമാനത്തെ സംരക്ഷിക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം അവളുടെ വാപ്പയുണ്ട്, അവളുടെ ഉമ്മയുണ്ട്, അവിടെ കുടുംബക്കാരുണ്ട്, അയൽവാസികൾ നല്ലവരാണ്, അതുകൊണ്ട് അവിടെ ഉപേക്ഷിച്ച് പോകുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് കാണുകയാണെങ്കിൽ, അല്ലാതെ എങ്ങനെയെങ്കിലും ആവട്ടെ, ഇത് കാശുണ്ടാകട്ടെ, നമുക്ക് പണമുണ്ടാക്കാമല്ലോ, ഭാവി ജീവിതം മുസ്തഖ്ബൽ നോക്കാമല്ലോ, മുസ്തഖ്ബൽ കെട്ടിപ്പടുത്താമല്ലോ എന്ന് വിചാരിച്ചിട്ട് കടിച്ചതും പിടിച്ചതുമില്ലാത്ത രൂപത്തിലാകുന്ന പോക്ക് പോകരുത് എന്നർത്ഥം. അത് പാടുള്ളതല്ല, അത് മഹാ അപകടമാണ്. ചിലപ്പോൾ കുളിപ്പിച്ച് കുട്ടിയില്ലാതെയായി എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ വെളുക്കാൻ തേച്ച് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ, ചില കുടുംബങ്ങളൊക്കെ നശിച്ച് ഭർത്താവിനെ പരിചയമില്ലാതെ കുട്ടികളും ഉമ്മയും മാത്രം ഒരു ഭാഗത്ത് ഈ മനുഷ്യനൊന്നിനും കൊള്ളാത്ത വ്യക്തിയായി മാറുന്നതായ മഹാ അപകട മേഖലയിലേക്ക് എത്തിപ്പോയതായ കുടുംബത്തിന്റെ കഥകൾ ധാരാളം പത്രങ്ങളിൽ പണ്ട് വായിച്ചിരുന്നു. ഇപ്പോഴൊക്കെ അത് വാട്സാപ്പിലും വ്യാപകമാണ്. അങ്ങനെയുള്ള അപകടത്തിൽ പെടാതിരിക്കാൻ വളരെ അനിവാര്യമാണ് എന്ത് അള്ളാഹു നിർണയിച്ചതായ ആ വെച്ച ലൈനിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി പാടുപെടുക, പരിശ്രമിക്കുക എന്നത്. അത് ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ് റസൂൽ പറഞ്ഞ നേരത്തെ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു. അതെന്താണ്? 4 കാര്യം പറഞ്ഞു. 4 കാര്യത്തിൽ അവസാനം എന്താണ്? ലിദീനിഹാ, ദീനുള്ളവളാണെങ്കിൽ. ചിലപ്പോൾ നല്ല ഭംഗിയുള്ളവളെ കല്യാണം കഴിച്ചാൽ ചില ആൾക്കാരൊക്കെ ജമാഅത്തിന് പോകാറില്ല. എന്നാണ് എന്ത്? പെണ്ണ് ഭംഗിയുള്ള ആളാണ്, അവളെ ആരെങ്കിലും നോക്കുമോ, അവളോട് ആരെങ്കിലും സംസാരിക്കുമോ, അങ്ങനെ അവളെ സൂക്ഷിക്കാൻ വേണ്ടി അവൻ ജമാഅത്ത് ഉപേക്ഷിക്കുന്നു. ചില ആൾക്കാരൊക്കെ അങ്ങനെയുള്ള അപകടത്തിൽ പെടുന്നു. എന്താ പേടി? അവള് ദീനുള്ളവളല്ല. അവൾ ദീനുള്ളവളാണെങ്കിലോ ആരോട് അവൾ മിണ്ടൂല. മിണ്ടിയാൽ തന്നെ ഇസ്ലാം കൽപ്പിച്ച രൂപത്തിൽ മാത്രമേ മിണ്ടുകയുള്ളൂ. അങ്ങനെ അവൾക്ക് അവന് സമാധാനിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി നമ്മളോട് കൽപ്പിച്ചത്, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ളവളെ നീ സെലക്ട് ചെയ്ത് വിജയിക്കുക, അതാണ് നിനക്കുത്തമം എന്ന് പഠിപ്പിക്കാൻ കാരണം. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. മറയുന്ന സമയത്ത്, ഭർത്താവില്ല സമയത്ത് അവള് നിന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന പെണ്ണാണെങ്കിൽ അവളാണ് സാലിഹാത്തായ പെണ്ണ്, അവളാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട പെണ്ണ്, അള്ളാഹു ഇഷ്ടപ്പെടുത്തപ്പെട്ടതായ അള്ളാഹുവിന്റെ അടിമ സ്ത്രീകൾ എന്ന് അവിടെ അള്ളാഹു വിരിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഭാര്യമാരായി നമ്മുടെ എല്ലാം ഭാര്യമാരെ, നമ്മുടെ പെൺമക്കളെ, നമ്മുടെ സ്ത്രീകളെ അള്ളാഹു പെടുത്തുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ നമ്മുടെ ടൈം വളരെ ചുരുക്കമാണല്ലോ. 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ഞാൻ പറഞ്ഞു, ഇവിടെ മാസങ്ങളെ ചർച്ച ചെയ്തതായ വിഷയമാണിത്. ഇസ്ലാമിക വീട് എങ്ങനെ കെട്ടിപ്പടുത്തണം എന്ന കേസറ്റ് ഇവിടെ കിട്ടും. പഴയ കാലഘട്ടത്തിൽ ഞാൻ സംസാരിച്ചത് 1ഉം 2ഉമല്ല, മാസങ്ങളാണ് ഞാൻ ആ വിഷയം സംസാരിച്ചത്. 4ഓ 5ഓ മാസങ്ങൾ. അത് ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തിലുള്ളതായ ക്ലാസ്സിലൂടെ 1 മണിക്കൂറിലൂടെ കേൾക്കുകയാണ്. അതിൻ്റെ മെയിൻ ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ വിവരിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സലാസത്തുൻ ലാ തസ്അൽ അൻഹും, 3 പേരെ കുറിച്ച് നിങ്ങൾ ചോദിക്കന്നെ വേണ്ട, അവരെ വിട്ടേക്കൂ. റജുലുൻ, ഒരാള്, ഫാറഖ അൽ ജമാഅ, കൂട്ടായ്മ ഒഴിവാക്കിയ മനുഷ്യൻ. ഈ മുസ്ലിം സമൂഹം പലപ്പോഴും ഞാൻ ചർച്ച ചെയ്ത വിഷയമാണത്. പരിപൂർണമായി ഷർത്തും ഫർളും ഒത്തതായ എല്ലാ നിബന്ധനകൾ പാലിക്കുന്ന സംഘടനകൾ കാണാൻ പ്രയാസമാണ്. ഈ ചോദ്യം ഷെയ്ഖ് ഇബ്നു ബാസിനോടും ഷെയ്ഖ് അൽബാനിയോടും ഒക്കെ ചോദിക്കപ്പെട്ടു. അവരൊക്കെ പറഞ്ഞത്, ഞാൻ ഓർക്കുന്നുണ്ട്, ഷെയ്ഖ് ഇബ്നു ബാസിനോട് അമേരിക്കയിൽ നിന്നിട്ട് വന്ന ചോദ്യമാണ്. അമേരിക്കൻ കുട്ടികളാ ചോദിച്ചത്, വിദ്യാർത്ഥികളാ ചോദിച്ചത്. അവിടെയെല്ലാം മുസ്ലിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? ആദർശത്തിൽ സംഘടിച്ച് പ്രവർത്തിക്കാം.
എന്തുകൊണ്ട്? ഇസ്ലാമിക ഭരണകൂടമില്ലാത്ത സ്ഥലമാകുമ്പോൾ. അപ്പോൾ ആദർശത്തിൽ അവർ സംഘടിക്കുന്ന വേളയിൽ ഏറ്റവും കൂടുതൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടുത്തതായ സംഘടന ഏതാണെന്ന് നോക്കിയിട്ട്, കൂട്ടായ്മ ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ ചലിക്കലല്ലാതെ ഒറ്റക്ക് നാം പ്രബോധനം ചെയ്യലോ ദീനിന്റെ പേരിൽ പ്രവർത്തിക്കലോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്നമാ യഅകുലു ദിഅ്ബു മിനൽ ഗനമി അൽ ഖാസിയ, ഒരു ആടുകളിൽ നിന്നിട്ട് ഏത് ആടിനെയാണ് ചെന്നായ പിടികൂടുക? ഒറ്റക്ക് പോകുന്ന ആടുകളെയാണ്. കൂട്ടമായി പോകുന്ന ആടുകളിലേക്ക് ചെന്നായി ചെല്ലുകയില്ല. അപ്പോൾ എന്തിലേക്കാണ് സൂചന? നിന്നെ പിശാച് കൂടും. നീ ഒറ്റക്ക് ഒരു ഉപഗ്രൂപ്പായി നീ ജീവിച്ചാൽ ആ സംഘടന എനിക്ക് വേണ്ട, ഈ സംഘടന എനിക്ക് വേണ്ട, അതിലൊക്കെ എന്ന കുറവുണ്ട്, ഇതിലൊക്കെ എന്ന കുറവുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ സംഘടനയും ഒഴിവാക്കിയിട്ട് നീ മുസ്ലിം രാഷ്ട്രമില്ലാത്ത നാട്ടിൽ ഇസ്ലാമത പ്രബോധനം ചെയ്യാൻ വേണ്ടി പാടുപെട്ടാൽ നിന്നെ കാണാനൊക്കെ നല്ല കോലമായിരിക്കും, നല്ല തലപ്പാവായിരിക്കും, നല്ല താടിയായിരിക്കും. പക്ഷേ പ്രശ്നം എന്താണ്? ഇബ്ലീസ് നിന്നെ വിലയും ചെയ്യുന്നുണ്ട് എന്ന് പേടിക്കണം, സൂക്ഷിക്കണം. അള്ളാഹു ആയിനത്തിൽ പെടുത്താതിരിക്കട്ടെ. അപ്പോൾ ആദ്യമായിട്ട് ജമാഅത്തിനെ വേർപിരിയുന്ന ആൾ, ഇമാമഹു നേതൃത്വത്തെ വഴിപ്പെടാത്ത ആൾ, ഒമാത് ആസിയൻ അത് കാരണത്താൽ ദോഷിയായി മരിക്കുന്ന ആൾ. മറ്റത് അമതുൻ ഔ അബ്ദുൻ ആബിഖ് സയ്യിദിൽ നിന്നിട്ട് ഓടിപ്പോയതായ അടിമ. മൂന്നാമത്തത് ആരാണ്? ഇംറഅത്തുൻ ഒരു പെണ്ണ്, ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ ഭർത്താവ് അവളിൽ നിന്നിട്ട് ദൂരെ. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അതാണല്ലോ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് നമുക്ക് കോലപ്പെടുന്ന രൂപം എന്താണ്? വിസയുമായിട്ട് അവന് ഗൾഫിലേക്ക് പോയി. ഭർത്താവ് അവളിൽ നിന്നിട്ട് ദൂരെ പോയി. അവനാണെങ്കിൽ അവൾക്ക് ജീവിക്കാനുള്ള എല്ലാ രൂപങ്ങളും, അവൾക്ക് ശമ്പളം മാസം പ്രതി അയച്ചു കൊടുക്കുന്നുണ്ട്, അവൾക്ക് നല്ല വീട്, ഭദ്രതയുള്ള വീട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട് താനും. ആ പെണ്ണ് അവനെ വഞ്ചിച്ചു. ഇതൊരു റിപ്പോർട്ടിൽ. വേറൊരു റിപ്പോർട്ടിൽ അവള് അന്യപുരുഷന്മാരുടെ മുമ്പിൽ തബർജു ചെയ്തുകൊണ്ട് പേശം പരേഡ് നടത്തി, തെറ്റ് ചെയ്തു, അപകടത്തിൽപ്പെട്ടു. അങ്ങനെയുള്ള വ്യക്തികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവരെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യരുത്. അവരൊക്കെ ഇൻസൾട്ടാക്കി തള്ളേണ്ട, അവഗണിക്കപ്പെടേണ്ട വ്യക്തികളാണെന്ന് പറയപ്പെടും പോലെ അള്ളാഹുവിന്റെ വീക്ഷണത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ ഇതൊക്കെ നാം നമ്മുടെ മുമ്പിൽ, നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. ഇസ്ലാമിക വീട് കെട്ടിപ്പടുത്താൻ തീരുമാനിക്കുമ്പോൾ ഭദ്രതയുള്ളതായ വീട് ഉണ്ടാക്കിയെടുക്കാൻ ഇസ്ലാമിക ശിക്ഷണം നൽകി ശരിക്ക് ബോധവൽക്കരിച്ച് അവരെ ഉണ്ടാക്കിയെടുത്ത്, അങ്ങനെയുള്ളവരെ അല്ലാതെ നാം നമ്മുടെ കുടുംബത്തെയാണ്, നമ്മുടെ മക്കളെയാണ് ഒഴിവാക്കി പോകുന്നത്. അള്ളാഹിന്റെ കൽപ്പനയുണ്ട്, മക്കളെ നാം ചെറുപ്പത്തിലെ നാം എന്ത് വേണം? 7 വയസ്സാകുമ്പോൾ അവരോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായ മുറു ഔലാദക്കും 7 വയസ്സാകുമ്പോൾ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സായി കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ കൽപ്പിച്ച് ഇതൊക്കെ ബാധ്യത ആരുടേതാണ്? 2 വ്യക്തിയുടെയും ബാധ്യതയാണ്. പക്ഷെ ഭർത്താവ് ഗൾഫിലേക്ക് പോകുമ്പോൾ ഭർത്താവിന്റെ ബാധ്യതയും ഭാര്യയുടെ ബാധ്യതയും രണ്ട് വ്യക്തിയുടെയും ബാധ്യത അവളുടെ തലപ്പത്താണ് എന്ന് അവൾ ഓർക്കണം. അത് ഒരു പക്ഷേ പലരും ശ്രദ്ധിക്കുന്നുണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഫോണ് വരും, എനിക്ക് ഫോണ് വരും, അവന് ഫോൺ വന്ന ശേഷം അവൻ എന്താ ഫോണ്? ഭാര്യ വിളിച്ച് പറയുന്നു, മക്കൾ വാക്ക് കേൾക്കുന്നില്ല, അവർ നമസ്കരിക്കുന്നില്ല, എന്ത് വേണം? അവർ നിസ്കരിക്കാൻ ഉണരുന്നില്ല. പിന്നെ അയാൾ എന്നെ വിളിക്കുക, ഞാൻ എന്ത് വേണം മൗലവി? എൻ്റെ ഭാര്യ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. ഞാൻ പറയാറുണ്ട്, എനിക്ക് പണ്ടേയുള്ള മറുപടിയാണ് എന്ത്? നിങ്ങളുടെ ഭാര്യനെ മാത്രമല്ല നിങ്ങളുടെ കുട്ടികളെയും ഇസ്ലാമിക ശിക്ഷ നൽകി വളർത്താൻ പറ്റാത്തൊരു അന്തരീക്ഷമാണെങ്കിൽ നിങ്ങൾക്ക് സിദ്ധിച്ച ലാഭം മതി, കിട്ടുന്ന സമ്പാദ്യം സമ്പാദിച്ചുകൊണ്ട് നാട്ടിൽ തന്നെ കൂടുക, അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാത്ത രൂപം അഥവാ അവരെ ഒഴിവാക്കി അവർ ജീവിക്കും പോലെ ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ച് ജീവിക്കുന്ന സമ്പ്രദായം അത് തെറ്റാണ്, പാടുള്ളതേ അല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ റബ്ബനാ അരിനല്ലദീനി അദല്ലനാ മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ എന്ന ആ വളരെ അർത്ഥഗംഭീര്യതയുള്ളതായ ആയത്തുണ്ടല്ലോ. ജിന്നിൽ നിന്നിട്ടും ഇൻസിൽ നിന്നിട്ടും ഞങ്ങളെ പഴപ്പിച്ചവരെ കാണിച്ചു തരൂ റബ്ബേ എന്ന് പരലോകത്തിൽ നരകപ്പുള്ളിയാവാൻ അർഹരായി തീരാൻ പോകുന്ന ആ കുട്ടികൾ, ആ ജനങ്ങൾ വിളിച്ചു പറയും അവിടെ പരലോകത്തിൽ. ആരെയാണ് ചോദിക്കുന്നത്? ആരെയാണ് അവിടെ ലക്ഷ്യം? ഒരു പക്ഷേ പഴപ്പിച്ചത് ആരായിരിക്കും? പിശാചായിരിക്കും ലക്ഷ്യം. അല്ലെങ്കിൽ പഴപ്പിച്ചത് അവന്റെ നേതൃത്വം വഹിക്കുന്നതായ വാപ്പിയായിരിക്കും, അല്ലെങ്കിൽ ഉസ്താദായിരിക്കും, അല്ലെങ്കിൽ അധ്യാപകനായിരിക്കും. ആരാണ് അവരെ പഴപ്പിക്കാൻ കാരണക്കാരൻ? അവൻ പിടിയിൽപ്പെടും. അപ്പോഴോ അങ്ങനെയുള്ളവരെ ആ കോളർ പിടിച്ചിട്ട് അവരെ നജ്അൽഹുമാ തഹത
അഖദാമിന, ഞങ്ങളുടെ കാലിന്റെ താഴെ അവരെ ഞങ്ങളെ ചതച്ചു ഒതുക്കി അമർത്തി ഞങ്ങളുടെ ദേഷ്യം കോപ്പം തീർക്കട്ടെ എന്ന് സ്വന്തം ആറ്റിപ്പോറ്റി തീറ്റി വളർത്തിയ മക്കളാണ് പറയുന്ന ഗതികേടിലേക്ക് എത്തുന്നതെങ്കിൽ മഹാ അപകടമാണ്, മഹാപ്രയാസമാണ്. അങ്ങനെയുള്ള അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി കാലേ കൂട്ടി മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ ഇസ്ലാമിക വീട് എന്ന രൂപത്തിൽ കുടുംബ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ വീട് കെട്ടാൻ, ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം എന്നതാണ് ഇത്തരണത്തിൽ പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അവസരത്തിൽ ഉറക്കിൽ നിന്നിട്ട് ഉണരുന്നു. പെട്ടെന്നാണ് ഉണരുന്നത്, അത്ഭുതപ്പെട്ടുകൊണ്ട്. അപകടങ്ങളും അദാബുകളും ഇവിടെ ഇറങ്ങുന്നതായിട്ട് കണ്ടത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. അള്ളാഹു ഇറക്കിയതായ അദാബുകളും ശിക്ഷകളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഖസാഇനുകൾ, അനുഗ്രഹങ്ങൾ, ഇതെല്ലാം കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് റസൂൽ പറയുകയാണ്, ആരുണ്ട് ഇവിടെ സ്ത്രീകളെ ഉണർത്താൻ? പെട്ടെന്ന് ഓർമ്മ വന്നത്, അപകടം വരുമ്പോൾ സ്ത്രീകളെ ഉണർത്തി നിസ്കരിക്കാൻ, അള്ളാഹനെ സ്മരിക്കാൻ, അള്ളാഹനെ ഓർക്കാൻ, പേടിച്ച് അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ ആരുണ്ട് അവരെ ഉണർത്താൻ എന്നാണ്. ശ്രദ്ധിക്കുക. അപകട മേഖലകൾ വരുമ്പോൾ ബാധ്യത, ആദ്യം ഓർക്കേണ്ടത് ബാധ്യതയാണ്. ആ ബാധ്യത, നമ്മുടെ തലപ്പത്ത് കയറ്റിവെക്കപ്പെട്ട ബാധ്യത, അത് നിർവഹിക്കാൻ വേണ്ടി ഉണരാനാണ് അവിടെ കൽപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്തെങ്കിലും അപകടം വരുമ്പോൾ ഉറക്കത്തിൽ നിന്നിട്ട് നാം ഉണർന്നാൽ പോരാ, മറ്റുള്ളവരെ ഉണർത്തണം. എന്തിനാണ്? അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാൻ, അപകടത്തിൽ പെടാതിരിക്കാൻ. സ്വന്തം നഫ്സ് മാത്രമല്ല, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണം എന്നാണ് അള്ളാഹ് കൽപ്പിച്ച ആ കൽപ്പന ഫിറ്റാക്കിയ ശൈലിയാണ് നാം കേൾക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർദ്ധരാത്രി ഉണർന്നിട്ട് അള്ളാഹിനെ സ്മരിക്കാൻ, അള്ളാഹിനെ ഓർക്കാൻ, നമസ്കരിക്കാൻ, അള്ളാഹുവിനോട് കേണപേക്ഷിക്കാൻ അവർ ഉണരട്ടെ എന്നാണ് കൽപ്പിച്ചത്. അപകടം വരുമ്പോൾ ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. ഇത്തരം അപകടങ്ങളിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളതായ മാർഗം നമ്മുടെ കുട്ടികളെ, നമ്മുടെ സന്താനങ്ങളെ നോക്കൂ. നമ്മളോട് റസൂലുള്ള പറഞ്ഞ, നിങ്ങൾ ചെറുപ്പത്തിലെ 7 വയസ്സിലേ എന്ത് വേണം? കുട്ടികളെ എന്ത് വേണം? നിസ്കരിക്കാൻ കൽപ്പിക്കണം അല്ലേ? എന്ന് 10 വയസ്സായി കഴിഞ്ഞാൽ എന്ത് വേണം? ഫദ്രിബൂഹും അലൈഹ അല്ലേ? കുട്ടികൾ നമസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. ഇനി ഈ 10 വയസ്സ് വരെയുള്ളതായ 3 വർഷം ഒന്ന് കണക്കൂട്ടി നോക്ക് നിങ്ങൾ. 3 വർഷം ഓരോ നമസ്കാരത്തിൽ എണിക്കണോ, നിസ്കരിക്കണോ, ഓടോ പള്ളിയിലേക്ക് എന്ന് എന്നാണല്ലോ അർത്ഥം അല്ലേ? 5400ഓളം പ്രാവശ്യം 3 വർഷത്തിലൂടെ പറയേണ്ടി വരും. 5400ഓളം പ്രാവശ്യം കുട്ടിയോട് എണിക്കടാ പോടാ പള്ളിയിലേക്ക് പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, അള്ളാഹ് പറഞ്ഞ എന്താണ്? ഇത് റസൂൽ പറഞ്ഞ ശൈലിയാണ്. അള്ളാഹ് പറഞ്ഞത് വസ്തബിർ അലൈഹ, നിസ്കരിക്കാൻ ഉണർത്തിയാ പോരാ. പിന്നെയോ അവർ നിസ്കരിച്ചോ ഇല്ലേ, പോയോ പള്ളിയിലേക്ക് ഇല്ലേ, ഒന്ന് പിടിച്ചോ ഇല്ലേ, ഇതൊക്കെ സൂക്ഷിക്കണം, വീക്ഷിക്കണം, നോക്കണം, ശ്രദ്ധിക്കണം എന്നതാണ്. മനസ്സിലായില്ലേ? ഈ ബാധ്യത നാം ഗൾഫിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭാര്യയുടെ തലപ്പത്ത് ആയി മാറുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പണ്ടൊക്കെ പറയാറുണ്ടല്ലോ, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ക്ലാസ് കേട്ട നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട് ഒരാൾ 3 മണിക്ക് ഹറമിന്റെ പരിസരത്തിൽ വെച്ചിട്ട് ആ കോയിൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ കോയിനിൽ കൂടി ഇങ്ങനെ ഫോൺ ചെയ്യുന്ന കണ്ട വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആർക്കായി സന്ദർഭത്തിൽ വിളിക്കുന്നത്? പറഞ്ഞു, എൻ്റെ കുടുംബത്തെ നിസ്കരിക്കാൻ വിളിക്കാൻ. നമ്മളെക്കാളും മുമ്പാണ് അവിടെ നിസ്കരിക്കാൻ സ്വയം നിസ്കരിക്കാൻ ഉണർത്താണ് ഹറമിന്റെ പരിസരത്തിൽ. മൂപ്പര് ഉറക്കൊഴിഞ്ഞിട്ട് അതിനായി പോയിരിക്കുകയാണ്. അതും മലയാളിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ജീവിക്കാൻ, ഈ പറഞ്ഞ അപകടത്തിൽപ്പെട്ടു പോകാതിരിക്കാൻ തീരുമാനിക്കുന്ന വ്യക്തി ഭാര്യയെ ഇവിടുന്ന് തന്നെ, ഗൾഫിലാണെങ്കിൽ താമസിക്കുന്നതെങ്കിലും അവളെ നിസ്കരിക്കാൻ ഉണർത്താൻ ഇവിടുന്ന് സാധിക്കും. ഇന്ന് അന്നുള്ള പോലെയല്ല, എത്ര എളുപ്പമാണ്, എത്ര ഈസിയാണ് മൊബൈലിൽ കൂടി വിളിക്കാൻ, കുട്ടികളെ ഉണർത്താനൊക്കെ വളരെ സാധിക്കുന്ന അള്ളാഹ് ചെയ്തു തന്നതായ ഈ മാധ്യമങ്ങളൊക്കെ, ഈ അനുഗ്രഹങ്ങളൊക്കെ വളരെ വിശാലമാണ്. ഇതിനൊക്കെ അള്ളാഹിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. കുല്ലുക്കും റാഇൻ വകുല്ലുൻ മസ്ഊലുൻ അൻ റഇയതിഹി, ഓരോരുത്തരും ഭരണകർത്താവാണ്. റസൂലുള്ളാഹ് ഉപയോഗിക്കുന്ന ശൈലി കാണുക. കുടുംബ ബന്ധം ഇസ്ലാമിക രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടി റസൂലുള്ളാഹ് നമ്മളോട് ബാധ്യത അർപ്പിക്കാൻ, നമ്മുടെ ബാധ്യതയെ നമ്മുടെ തലപ്പത്ത് കയറ്റി വെക്കാൻ ഉപയോഗിക്കുന്ന ശൈലി എന്താണ്? റായി എന്ന് പറഞ്ഞാൽ എന്താ? റായി എന്ന് പറഞ്ഞാൽ ആട് മേയ്ക്കാന്നുള്ള റായി എന്ന് മാത്രമല്ല, രാജാവിനും റായി എന്ന് പറയും. രാജാവ്, ഒരു ഭരണകൂടത്തിന്റെ തലവനും റായി എന്ന് പറയും. കുല്ലുക്കും റായിൻ, നിങ്ങൾ ഓരോരുത്തരും ആരാണ്? ഭരണകർത്താവാണ്. അവന്റെ ഭരണീയരെ കുറിച്ച് അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. ഇമാമു റായിൻ, ഇമാം റായിയാണ്. ആ ഇമാം എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ തലവൻ.
അവന്റെ ഭരണീയരെ കുറിച്ച് അവനോട് ചോദിക്കപ്പെടും. വൽ മർഅത്ത് കൂട്ടത്തിൽ റസൂൽ പറയാണ്, അതിനു മുമ്പ് നമ്മളുടെ കുല്ലുക്കും റാഇ എന്നുള്ള തുടക്കത്തിൽ മനുഷ്യൻ അവന്റെ വീട്ടിൽ ബാധ്യത ഏറ്റെടുത്ത ആളാണ്. അവന്റെ ഭരണീയരെ കുറിച്ച് അവനോട് ചോദിക്കപ്പെടും. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വമസ്ഊലത്തുൻ അൻ റഇയതിഹാ. ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അവള് ഭരണകർത്താവാണ്, ഭരണമേറ്റെടുത്തവളാണ്. അവളുടെ ഭരണീയരെ കുറിച്ച്, അവളുടെ കീഴിൽ ജീവിക്കുന്നവരെ കുറിച്ച് അവളോട് ചോദിക്കപ്പെടും. വലദിഹി എന്ന് വേറെ റിപ്പോർട്ടിലുണ്ട്. അവന്റെ ഭർത്താവിന്റെ വലതിനെ കുറിച്ച്, മാലും അവന്റെ സമ്പത്ത്, അവന്റെ മക്കള്, അവന്റെ അഭിമാനം, ഇതൊക്കെ സംരക്ഷിക്കുന്ന ബാധ്യത ആരുടേതാണ്? പെണ്ണിന്റെ തലപ്പത്താണ്. അവളോട് ചോദിക്കപ്പെടും. വിട്ടില്ല റസൂല്, നിർത്തിയില്ല റസൂല്. ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരൻ അവന്റെ യജമാനൻ അർപ്പിച്ചതായ എല്ലാ കാര്യങ്ങളിലും അവൻ ആരാണ്? ഭരണകർത്താവാണ്. അവന്റെ ഭരണീയരെ കുറിച്ച് അവനോട് ചോദിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വതആല വിടുന്നതല്ല, അടിമ വേല ചെയ്യുന്നവരെ വരെ പിന്നെയല്ലേ ഭാര്യനെയും ഭർത്താവിനെയും വിടുക, അല്ലെങ്കിൽ നാം പറയുന്ന സൗജ് ഈണകളെ വിടുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഈ ബാധ്യത ഓരോരുത്തരും നിർവഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഇസ്ലാം ഉദ്ദേശിച്ച രൂപത്തിലുള്ളതായ നല്ല ഭദ്രതയുള്ളതായ വീട്, ഇസ്ലാമിക വീട് കെട്ടിപ്പടുത്താൻ സാധിക്കുന്നതും ഇസ്ലാമിക കുടുംബമായി ഒരു കുടുംബം മാറുമ്പോൾ, മറ്റേ കുടുംബം മാറുമ്പോൾ, തൊട്ട കുടുംബം മാറുമ്പോൾ, അങ്ങനെ ഒരു 100 കുടുംബമുള്ളതായ നാടാണ് എങ്കിൽ ആ നാട് മുഴുവനും നന്നായി, നാട് മുഴുവനും ഇസ്ലാമിക അന്തരീക്ഷമുണ്ടായി, ഇസ്ലാമിക മുജ്തമഅയി മാറുകയും ചെയ്തു. ഇതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിൽ ജീവിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ഹദീസിന്റെ സമാപനത്തിൽ റസൂൽ വീണ്ടും മടക്കി പറയുകയാണ്, അലാ അറിയണം ലോകമേ, അറിയണം മുസ്ലിങ്ങളെ, അറിയണം എൻ്റെ ഉമ്മത്തുകളെ. എന്താണ്? ഫകുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ എന്നിട്ട് ഓരോരുത്തരും ഭരണകർത്താക്കളാണ്, ഓരോരുത്തരുടെ ഭരണീയരെ കുറിച്ച് ചോദിക്കപ്പെടും. ബുഖാരിയിൽ 2554, മുസ്ലിമിൽ 1829 ഹദീസ്. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്ന വിശാലമായ ആ മെസ്സേജ് നേരത്തെ പറഞ്ഞതായ ഹദീസ് ഉണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മാ അൻസലൽ ലൈലത മിനൽ ഫിതൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉണർന്ന സന്ദർഭത്തിൽ പറഞ്ഞതായ ആ ബാധ്യത, അത് ഹദീസും അത് ബുഖാരിയിലാണ്, പറയാൻ വിട്ടുപോയതാണ്. സഹീഹ് ബുഖാരി പൊടിച്ചിരുന്ന ഹദീസാണ്. അവിടെ റസൂലുള്ളാഹി കൂടിച്ചേർത്ത പദം കൂടി പറഞ്ഞ് നിർത്താണ്. ഫറുബ്ബ കാസിയത്തിൻ ഫിദ് ദുനിയാ ആരിയത്തിൻ ഫിൽ ആഖിറ. എത്ര എന്തേ ഞാൻ പെണ്ണുങ്ങൾ വിളിക്കാൻ വേണ്ടി പറഞ്ഞു, നിസ്കരിക്കാൻ വേണ്ടി ഉണരാൻ അർദ്ധരാത്രിയിൽ. റസൂൽ കാരണം പറയാണ്, ഫറുബ്ബ കാസിയത്തിൻ, എത്ര വസ്ത്രം ധരിച്ചതായ സ്ത്രീകൾ പരലോകത്തിലേക്ക് എത്തുമ്പോൾ ആരിയ, അവിടെ നഗ്നരായി വരുന്നതാണ്. എന്തുകൊണ്ട്? ഇവിടെ ധരിച്ച വസ്ത്രം ധരിക്കേണ്ടത് പോലെ ധരിച്ചവരല്ല, ശരിക്ക് ഭംഗിയെ മറച്ചവരല്ല. അള്ളാഹ് പറഞ്ഞതായ ശൈലി ഉണ്ടല്ലോ, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന നാം സാധാരണ കേൾക്കാറുള്ള ആയത്തുണ്ടല്ലോ. ഏ റസൂലേ, ഖുൽ ലി അസ്വാജിക, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറയുക, വബനാതിക, നിങ്ങളുടെ പെൺമക്കളോട് പറയുക, വനിസാഇൽ മുഅ്മിനീന, മുസ്ലിം ലോക സ്ത്രീകളോട് നിങ്ങൾ പറയുക. എന്ത് പറയണം? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവർ ധരിച്ചതായ ഭംഗിക്ക് വേണ്ടി ധരിച്ചതായ പാവടയെ, സാരിയെ, അല്ലെങ്കിൽ ബ്ലൗസിനെ, എന്താണ് അവർ ഭംഗിക്ക് വേണ്ടി ധരിച്ചത്? ആ ഭംഗിക്ക് വേണ്ടി ധരിച്ച വസ്ത്രങ്ങളെ മറക്കുന്ന ജിൽബാബ്, ലൂസായ വസ്ത്രം, അതാണ് ജിൽബാബ് എന്ന് പറഞ്ഞാൽ. ആ ജിൽബാബ് അവർ ധരിക്കട്ടെ. അവര് മറ്റുള്ളവരെ ഇടങ്ങേറാക്കാതിരിക്കുവാനും അഭിമാനത്തെ സംരക്ഷിക്കുന്ന മര്യാദയുള്ള പെണ്ണുങ്ങളാണെന്ന അഡ്രസ് ഉള്ളവരായി മാറാനും അവർക്ക് ഉത്തമമായ ശൈലി അതാണെന്ന് അല്ലാഹു പഠിപ്പിച്ച ആ ശൈലി നടപ്പാക്കാത്തവരാണ് സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷം. അല്ലെങ്കിൽ എത്ര എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖേദം പ്രകടിപ്പിച്ച് സംസാരിച്ച ശൈലി ബുഖാരിയിൽ കാണാം. അർദ്ധരാത്രി കിനാവ് കണ്ട് അപകടത്തിലേക്ക് സൂചന നൽകി സംസാരിച്ച വേളയിൽ റുബ്ബ കാസിയത്തിൻ, എത്ര വസ്ത്രം ധരിച്ചവർ, ആരിയത്തിൻ കാസിയത്തിൻ ഫിദ് ദുനിയ, ദുനിയാവിൽ വസ്ത്രം ധരിച്ചവർ, ആരിയത്തിൻ ഫിൽ ആഖിറ, പരലോകത്തിൽ നഗ്നരായി വരേണ്ട ഗതികേട് അവർക്കുണ്ടാകുന്നു എന്ന് പറഞ്ഞു
പറഞ്ഞതിലൂടെ നല്ല മെസ്സേജാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സഹോദരിമാർക്കും നമുക്കും നൽകിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ പരിസരം, നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ കസ്റ്റഡിയിലുള്ള സ്ത്രീകൾ, അവരെയെല്ലാം നാം ഈ കേട്ട രൂപത്തിലുള്ളതായ ആ ജീവിതം ജീവിക്കാനുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കലും നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം ഇസ്ലാമിക വീട് കെട്ടിപ്പടുത്തുക, അത് പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാനും എളുപ്പമാണ്, നടപ്പാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് നടപ്പാക്കേണ്ട രൂപമാണ് കൈക്കൊള്ളാൻ വേണ്ടി നാം ഖുർആനിലൂടെ സുന്നത്തിലൂടെ പാടുപെടേണ്ടത്, കഷ്ടപ്പെടേണ്ടത്. സലഫ് സാലിഹ്കളുടെ ഹിസ്റ്ററി, അവരുടെ ചരിത്രം, അവരുടെ സീറ പഠിച്ചാലേ തീരൂ. ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ചരിത്രത്തിൽ കൂടി നമുക്ക് പഠിക്കാൻ പറ്റുന്ന പല പല സംഭവങ്ങൾ എൻ്റെ മുമ്പിൽ കൂടി ഇന്ന് വിട്ടുകടന്നു. ഈ വിഷയം സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചപ്പോൾ പക്ഷെ അതൊന്നും പറയാൻ നമ്മുടെ സമയം സഹായിക്കുന്നില്ല. ഏതായാലും കേട്ടതിൽ നമുക്ക് അള്ളാഹു നന്മ നൽകട്ടെ, അത് പ്രവർത്തിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അത് നമ്മിൽ നിന്നിട്ട് സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗത്തുപ്പാക്കി മാറ്റട്ടെ. നമ്മിൽ നിന്നിട്ട് ഇണകളില്ലാത്തവർക്ക് അള്ളാഹു സാലിഹീങ്ങളായ ഇണകൾ നൽകട്ടെ. നമ്മിൽ നിന്നിട്ട് സന്താനമില്ലാത്തവർക്കും ഉള്ളവർക്കുമെല്ലാം സാലിഹീങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മളോട് വസീയത്ത് ചെയ്തവർക്ക് അള്ളാഹുരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഉള്ളതായ എല്ലാ പ്രയാസങ്ങളെ, മല പോലെ ഉയർന്ന പ്രയാസങ്ങളെ മഞ്ഞുപോലെയാക്കിയിട്ട് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു മാറ്റട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وحكام علماء بلاد الحرمين سوءا اللهم فأشغله في نفسي واجعل تدميره يا قوي يا متين يا رب العرش العظيم. اللهم إنا نسألك كل ما سألك به عبدك ونبيك محمد صلى الله عليه وسلم ونستعيذك من كل ما استعاذك من عبدك ونبيك محمد صلى الله عليه وسلم ونسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول أو عمل. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.